മേഖലയിൽ വമ്പൻ മുന്നേറ്റവുമായി ഇന്ത്യ. യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലും വലിയ അട്ടിമറി സൃഷ്ടിച്ച ഡ്രോൺ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി സൃഷ്ടിച്ച് കരുത്തറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. 100-ലേറെ കാമിക്കാസി അഥവാ സൂയിസൈഡ് ഡ്രോണുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ആധുനിക യുദ്ധമുഖങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 100-ലധികം അത്യാധുനിക ഡ്രോണുകളുടെ ആദ്യ ബാച്ച് സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡിന് കൈമാറി. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO, പ്രമുഖ സ്വകാര്യ കമ്പനികൾ എന്നിവർ സംയുക്തമായാണ് ഈ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഡ്രോണുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. കാമികാസി സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള 3 ഇനം ഡ്രോണുകളാണ് നിലവിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ FPV കാമികാസി ഡ്രോണായ അഗ്നിക VTOL-1 ആണ് ഒന്നാമത്. നഗരങ്ങളിലെ ഒളിപ്പോരുകൾക്കും ഇടുങ്ങിയ യുദ്ധമുഖങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 5 കിലോമീറ്റർ പരിധിയിൽ 100-ലധികം 60 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ഇതിന് കഴിയും. രണ്ടാമതായുള്ളത് നാഗാസ്ത്ര-1 സോളാർ ഇൻഡസ്ട്രീസിന്റെ കീഴിൽ വികസിപ്പിച്ച മാനിപ്പുലേറ്റഡ് സൂയിസൈഡ് ഡ്രോൺ ആണ്. ഈ ഡ്രോണിന് 30 കിലോമീറ്റർ വരെ സഞ്ചാര പരിധിയുണ്ട്. മൂന്നാമത്തേത് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ. വലിയ ഡ്രോണുകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിടാൻ കഴിയുന്ന മിസൈൽ രൂപത്തിലുള്ള ഡ്രോണാണിത്. ഇതിന് 20 കിലോമീറ്റർ വരെ ആകാശ പരിധിയുണ്ട്. സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് പറക്കുന്ന ഒരു മിസൈൽ പോലെയാണ് സൂയിസൈഡ് ഡ്രോണുകൾ പ്രവർത്തിക്കുന്നത്. ശത്രുവിന്റെ താവളങ്ങളോ സൈനിക വാഹനങ്ങളോ കണ്ടെത്തിയാൽ ഇവ നേരിട്ട് ചെന്ന് ആത്മഹത്യാപരമായി ഇടിച്ചു സ്ഫോടനം നടത്തും. അതുകൊണ്ടാണ് ഇവ സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഇവ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതുവരെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ ഇവയ്ക്ക് സാധിക്കും. ശത്രു രാജ്യങ്ങൾ ജാമറുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ തടസ്സപ്പെടുത്തിയാലും GPS ബന്ധം വിച്ഛേദിച്ചാലും ഈ ഡ്രോണുകൾക്ക് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്താനാകും. ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറുകൾ ഉള്ളതിനാൽ പകലിലും രാത്രിയും ഒരുപോലെ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെയും ചലിക്കുന്ന വാഹനങ്ങളെയും ഇവ കൃത്യമായി വേട്ടയാടും. കോടിക്കണക്കിന് രൂപ വില വരുന്ന പരമ്പരാഗത മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഡ്രോണുകളുടെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ഇത് പ്രതിരോധ ബജറ്റിന് വലിയ ലാഭമുണ്ടാക്കുന്നതാണ്. അതേസമയം രാജ്യത്തിന്റെ വ്യോമയാന പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് പുതിയ കുതിപ്പേകി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എയർബസ് C-295 സൈനിക ചരക്ക് വിമാനത്തിന്റെ കന്നി പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഗുജറാത്തിലെ വഡോദരയിലുള്ള അത്യാധുനിക ഫൈനൽ അസംബ്ലി ലൈനിൽ നിന്നാണ് വിമാനം ആദ്യമായി ആകാശത്തേക്ക് ഉയർന്നത്. കേന്ദ്ര സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വൻ കരുത്തു പകരുന്നതാണ് ഈ നേട്ടം. ആഗോള വിമാന നിർമ്മാതാക്കളായ എയർബസും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി രാജ്യത്ത് നിർമ്മിക്കുന്ന 40 വിമാനങ്ങളിൽ ആദ്യത്തേതാണ് ഇപ്പോൾ വിജയകരമായി ആകാശ പരീക്ഷണം നടത്തിയത്. ഇന്ത്യയിൽ പ്രതിരോധ വ്യോമയാന മേഖലയിൽ സ്വകാര്യ കമ്പനി സൈനിക വിമാനം നിർമ്മിക്കുന്നത് ആദ്യമായെന്ന സവിശേഷതയും പദ്ധതിക്കുണ്ട്. ടാറ്റയ്ക്കും എയർബസിനും പുറമെ ഇന്ത്യയിൽ ഉടനീളമുള്ള നിരവധി ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളും വിമാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കുന്നതിൽ പങ്കാളിയായിട്ടുണ്ട്. ഇത് രാജ്യത്തെ ആഭ്യന്തര നിർമ്മാണ ശൃംഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി ഈ വർഷം തന്നെ ആദ്യ മേക്ക് ഇൻ ഇന്ത്യ C-295 വിമാനം വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. തന്ത്രപരമായ സൈനിക ആവശ്യങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന അത്യാധുനിക വിമാനമാണിത്. സൈനികരെയും യുദ്ധസാമഗ്രികളെയും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അതിർത്തികളിലെ നിരീക്ഷണത്തിനും പ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും C-295 വിമാനങ്ങൾക്ക് സാധിക്കും. കഠിനമായ സാഹചര്യങ്ങളിലും ചെറിയ റൺവേകളിലും പോലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള ശേഷി വിമാനത്തിനുണ്ട്. പദ്ധതിയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായ വഡോദരയിലെ പ്ലാന്റ് 2024 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻചെസും ചേർന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.